നമസ്കാരം. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിനെ വെല്ലുവിളിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന താൻ തീർച്ചയായും അധികാരത്തിൽ തിരിച്ചുവരുമെന്നും കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. അവരുടെ കൊലപാതകികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തും. ഇതിനുവേണ്ടിയാണ് അള്ളാഹു തന്നെ ജീവനോടെ വെച്ചിരിക്കുന്നതെന്നും ഹസീന പറഞ്ഞു. ക്രിമിനലുകളുടെ തലവൻ എന്നർത്ഥമുള്ള മോബ്സ്റ്റർ എന്ന പദമാണ് യൂനുസിനെ വിശേഷിപ്പിക്കാൻ ഹസീന ഉപയോഗിച്ചത്. യൂനുസ് രാജ്യത്ത് ഭീകരരെ അഴിച്ചുവിടുകയാണെന്നും അവർ ആരോപിച്ചു. ആഭ്യന്തര കലാപത്തിനിടെ രക്ഷ തേടി ഇന്ത്യയിലേക്ക് എത്തിയ ഹസീന സൂം മീറ്റിംഗിൽ സംസാരിക്കുമ്പോഴാണ് യൂനുസിനെ വിമർശിച്ചത്. രാജ്യത്ത് അധർമ്മം വളർത്തുന്നതിൽ യൂനുസ് പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അതേസമയം ഹസീനെ തിരികെ എത്തിക്കുമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിലുണ്ടായ അക്രമത്തിൽ കൊല്ലപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകളുമായിട്ടാണ് ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച സൂം മീറ്റിംഗിലൂടെ സംസാരിച്ചത്. 2024 ഓഗസ്റ്റ് 5-നുണ്ടായ ദാരുണ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഹസീന താൻ തിരിച്ചെത്തി പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ കൊലപാതകങ്ങൾ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടായിരുന്നു. പ്രക്ഷോഭത്തിൽ 450ഓളം പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നും ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നും കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഞാൻ ഉറപ്പായും ബംഗ്ലാദേശിൽ വീണ്ടും അധികാരത്തിൽ വരും. അന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കും. കൊലപാതകികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും. ബംഗ്ലാദേശിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അള്ളാഹു എന്നെ ജീവനോട് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കലാപത്തിനിടെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് പോലീസ് വെടിവെപ്പിലല്ല, മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെങ്കിൽ അത് വ്യക്തമായേനെ. കലാപം നിയന്ത്രിക്കാൻ പോലീസ് തങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തു. സമാധാനപരമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. എന്നാൽ കലാപകാരികൾ ആക്രമിച്ചു. ഇതോടെ പോലീസും ബലം പ്രയോഗിക്കുകയായിരുന്നു. അബു സയ്യിദിന്റെ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. കലാപകാരികളുടെ ആക്രമണം ഉണ്ടായപ്പോഴാണ് പ്രത്യാക്രമണം നടത്തിയത്. പോലീസുകാരെ കൊലപ്പെടുത്താൻ കലാപകാരികൾ ചേർന്ന് കൃത്യമായി ആസൂത്രണം നടത്തിയെന്നും ഷെയ്ഖ് ഹസീന കൂട്ടിച്ചേർത്തു. കലാപത്തിന് കാരണമായവരെ യൂനുസ് സർക്കാർ സംരക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം പോലീസുകാരെയും അവാമി ലീഗ് നേതാക്കളെയും ഭൗതിക പ്രമുഖരെയും കലാകാരന്മാരെയും കൊല്ലുന്നതിലേക്ക് നയിച്ചു. എന്നിട്ടും അവർ നിയമ നടപടികൾ നേരിടുന്നില്ല. യൂനുസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവരൊന്നും ശിക്ഷിക്കപ്പെടില്ല. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുകയുമില്ല. രാജ്യഭരണം നടത്താൻ മുഹമ്മദ് യൂനുസ് ഒട്ടും യോജിച്ച ആളല്ല. ഇക്കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പ്രധാനമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങുന്നു. മുൻ സർക്കാർ സ്ഥാപിച്ചതെല്ലാം ഇല്ലാതെയാക്കുന്നു. തൻ്റെ തറവാട് യൂനുസ് ചുട്ടരിച്ചു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ബംഗ്ലാദേശിൽ അക്രമം തുടരുകയാണ്. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന പേരിൽ ഒരു ദൗത്യം തുടങ്ങിയതിനെക്കുറിച്ച് കേട്ടിരുന്നു. യൂനുസിന് രാജ്യം ഭരിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില പരുങ്ങലിലാണ്. ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. പൊതുജനങ്ങളുടെ സുരക്ഷ ഇല്ലാതായെന്നും ഷെയ്ഖ് ഹസീന വിമർശിച്ചു. അതേസമയം ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയോട് കടുത്ത പ്രതിഷേധം നേരത്തെ ബംഗ്ലാദേശ് രേഖപ്പെടുത്തിയിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകൾ ബംഗ്ലാദേശിൽ അസ്ഥിരതയുണ്ടാക്കുന്നു എന്ന് ധാക്കയിലെ ഇന്ത്യൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്ക് കൈമാറിയ പ്രതിഷേധക്കുറിപ്പിൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ തെറ്റായതും കെട്ടിച്ചമച്ചതുമായ അഭിപ്രായമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം കെട്ടിച്ചമച്ച പ്രസ്താവനകൾ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇത് അനുയോജ്യമല്ലെന്നും മന്ത്രാലയം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തടയാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു.